പ്രതീക്ഷിച്ചില്ല. ഞാനിവിടെ വന്നത് എല്ലാവരെയും ഒന്ന് കാണാം, പിന്നെ എന്താ സംസാരിക്കുന്നതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാം എന്നൊക്കെ കരുതിയിട്ടാണ്. അപ്പം വളരെ നല്ല ഒരു പരിപാടിയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ചും മാർച്ച് 8-മായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീദിനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഒരു അവാർഡിനൊക്കെ അർഹതയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കുന്നു, ഒന്നും ഇവിടെ എത്തുന്നില്ല. അതാണ് എൻ്റെ ഒരു പ്രയാസം. നമ്മുടെ ഏറെക്കാലമായി ഇപ്പം നേരത്തെ കുടുംബശ്രീ പറഞ്ഞല്ലോ, കുടുംബശ്രീ പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇവിടെ കുറേ സ്ത്രീകൾ സ്ത്രീവിമോചന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്കിടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് സ്ത്രീകൾ ഇന്ന് കുറച്ചുകൂടി ഉന്നത സ്ഥാനത്തേക്ക് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളൊക്കെ എത്രയോ പ്രവർത്തിച്ചിട്ടും എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രയാസം. കാരണം വർഷങ്ങളായി എല്ലാവരും, ഒരുപാട് ആളുകൾ ഇന്ത്യയിലൊട്ടാകെ, കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ സ്ത്രീകളുടെ വിഷയങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഫലപ്രദമാകുന്നില്ലേ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. എത്ര വർഷങ്ങളായി, 40 വർഷത്തിലേറെയായി നമ്മളൊക്കെ ഈ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നത്. ഒരുപാട് വേദികളിൽ, ഒരുപാട് പ്രയാസങ്ങളിൽ, ഒരുപാട് സ്ത്രീകളുടെ പ്രയാസങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട്. എന്നിട്ടൊന്നും തന്നെ ഇപ്പോഴും എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോഴാണ്. പക്ഷെ ഒരുപാട് ഈ പുതിയ തലമുറ കുറെ കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന് പ്രധാന കാരണം വിദ്യാഭ്യാസം തന്നെയാണ്. വിദ്യാഭ്യാസപരമായി സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഏറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ യാതൊരു ഇതും പറയാനില്ല. കാരണം മറ്റ് പല പ്രശ്നങ്ങളുണ്ടെങ്കിലും പെൺകുട്ടികൾ, ഈ പുതിയ തലമുറ വളരെ ജാഗ്രതയോടുകൂടി തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതികരണ ശേഷി അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു വെരി മച്ച് മാം. സോഷ്യൽ ഇമ്പാക്ട് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന കാറ്റഗറിയിലാണ് മാമിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഡോക്ടർ ബിന്ദു മാം എത്തിച്ചേർന്നതുകൊണ്ട് തന്നെ നമ്മൾ അവാർഡ്. പ്രശസ്ത സാമൂഹിക പ്രവർത്തക, എഴുത്തുകാരി, കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിച്ചു വരുന്നു. മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന നിസ എന്ന സംഘടനയുടെ സ്ഥാപകയാണവർ. 2017 സമകാലിക മലയാളം വാരിക നൽകുന്ന സാമൂഹിക സേവന പുരസ്കാരം BP സുഹ്റയ്ക്ക് ലഭിച്ചിരുന്നു. 2025 ഫെബ്രുവരി 23 മുസ്ലിം വ്യക്തി നിയമം ഭേദഗതി ചെയ്യുക, പിന്തുടർച്ചവകാശത്തിൽ ലിംഗനീതി ഉറപ്പാക്കുക മുതലായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡൽഹിയിലെ ജാന്തർ മന്ദറിൽ അവർ അനിശ്ചിതകാല നിരാഹാര സമരം സംഘടിപ്പിച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുകയും ഇക്കാര്യത്തിൽ പ്രമുഖ പത്രമാധ്യമങ്ങളിൽ നിരന്തരമായി എഴുതുകയും ചെയ്തു. വനിതാ കമ്മീഷനുള്ളിലുള്ളവർ പോലും സ്ത്രീകൾക്കെതിരായാണ് നിലകൊള്ളുന്നത്, അവർ ഒരിക്കൽ പറഞ്ഞു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി സമർപ്പിതമായതാണ് BP സുഹ്റ എന്ന എഴുത്തുകാരിയുടെ, സാമൂഹ്യ പ്രവർത്തകയുടെ ജീവിതം മുഴുവനും. കേരള വിഷൻ ലീഡർഷിപ്പ് എക്സലന്റ് അവാർഡ് ഫോർ സോഷ്യൽ ഇമ്പാക്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഡെവലപ്മെന്റ് നൽകി BP സുഹ്റയെ ആദരിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ നടന്ന